ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇന്ന് ജൂൺ 2 ഞാൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. കാരണം എനിക്കിന്ന് രണ്ടാമത്തെ ദിവസമാണ് പീരിയഡ്സ് ആയിട്ട്. ജൂൺ 1 എനിക്ക് പീരിയഡ്സ് ആയത്. ഞാൻ ഇന്നലെ തവിട് പൊടിയായിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നത് കേട്ടോ. രാത്രി ഒന്നും എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അതേ ഇപ്പോൾ സമയം 12 മണിയായപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. എല്ലാ മാസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ രാത്രി വയറുവേദന നടുവേനൊക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നല്ല നേരം വൈകിട്ടാണ് എണീറ്റത്. ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എണീറ്റത് 12 മണി സമയത്ത്. അപ്പം അമ്മ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ആ സമയത്ത് എനിക്ക് അപ്പോൾ എനിക്ക് വയറുവേദന ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എണീറ്റു. അങ്ങനെ ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി വന്ന് പല്ലൊക്കെ തേച്ച് ഞാൻ രാവിലത്തെ ഉച്ചത്തും കൂടെ ഫുഡ് ഒരുമിച്ചാണ് കഴിച്ചത്. പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ റെക്കോർഡ് ചെയ്താൽ റെക്കോർഡ് ചെയ്ത് തീർന്നിട്ടില്ല. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എഴുതി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല വയറുവേദനയായിരുന്നു, നടുവേദന, വയറുവേദന, അതിൻ്റെ ഇടയ്ക്ക് നീരിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ തലവേദന. അങ്ങനെ എനിക്ക് ഇന്നലെയാണ് ശരിക്കും പീരിയഡ്സ് ആയത്. ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ വെച്ചിട്ടാണ് ആയത്. ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്മച്ചിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞത്. പീരിയഡ്സ് ആയപ്പോൾ ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം അമ്മച്ചി അത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയെങ്കിലും നമ്മൾ കുറെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഈ പീരിയഡ്സിനെ കുറിച്ച് എന്താണ്. പക്ഷെ ഇവർക്ക് അറിയില്ലായിരുന്നു. അന്ന് അതിനുള്ള നോളജ് ഒന്നും സ്കൂളുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മാളിങ്ങനെ രാവിലെ തൊട്ട് വയറുവേദനയായിട്ട് ഇരിക്കണത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്കത് വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം. അന്ന കാലത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, ആരും പറഞ്ഞു തരാനും ഇല്ല. അങ്ങനെ ഒരു കാലമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കൾ, ഒരു ആങ്ങള, 4 പെണ്ണ്, അപ്പൻ, അമ്മ, അപ്പാപ്പൻ, അമ്മാമ്മ, ഇത്രയും പേരുണ്ടായിരുന്നു. 7 ലാസ്റ്റ് പരീക്ഷയുടെ സമയത്തൊക്കെയാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ പണിയുടെ തിരക്കാണ്. അന്ന് കാലത്ത് ഇപ്പോൾ കൂട്ടുകാരികളായിട്ട് പറയാനായിട്ട് ഇങ്ങനെ വല്ല കാര്യങ്ങൾ പറയാൻ നാണക്കേടാണ്. അന്നത്തെ കാലത്ത് പുറത്തൊന്നും ഒരാളോട് പറയില്ല. അപ്പോൾ കൂട്ടുകാരികളായിട്ടുള്ള ഷെയർ ഇല്ല. പിന്നെ ഞങ്ങൾ കൂട്ടുകാരികളായിട്ട് വർത്താനം പറയണത് വല്ല സിനിമ കഥകളാണ് പറയണത്. അല്ലാണ്ട് വേറെ ഒന്നിനെ കുറിച്ചും ഞങ്ങളങ്ങനെ വർത്താനം പറയാറില്ല. ഇത് ഉണ്ടായവർ മിണ്ടാണ്ട് കുത്തിരിക്കും, ഒന്നും പറയില്ല. അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനത്തെയാണ്. ഇത് നാണക്കേടെന്ന് പറഞ്ഞാൽ നാണക്കേടാണ് അന്ന്. ഇന്ന് കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കും അറിയാം. 13 വയസ്സുള്ളപ്പോഴാണ് ആയത്. അപ്പോൾ 7ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത്, അപ്പോൾ നല്ല പരീക്ഷയുടെ സമയത്താണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട് പണിയാണ്. അമ്മയ്ക്ക് ഇതൊന്നും നോക്കാനുള്ള നേരമില്ല. പശു അല്ലടി സ്കൂളിൽ വെച്ചിട്ടടി ഒരു വെള്ളിയാഴ്ച ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയപ്പോഴാണ് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തലകറങ്ങി തുടങ്ങി. ഇത് എന്തുട്ട രോഗമാണോ, എനിക്ക് വയ്യ. പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ നല്ല വയറുവേദന വന്നു. അങ്ങനെ സഹിച്ചു പിടിച്ചു. വീട്ടിൽ വന്ന് അമ്മേരെ അടുത്ത് പറയണോ ഇനിയിപ്പോൾ എന്തുട്ടാ, എനിക്ക് വല്ല രോഗമായിട്ട് ചാവാനുള്ള രോഗമാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയോട് ഞാൻ പറയണില്ല, വീട്ടിലാരോടും പറയണില്ല. എന്നിട്ട് വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച 2 ദിവസം കൊണ്ട് നടന്നു. അപ്പോൾ ഞാൻ അമ്മേരെ അടുത്ത് എപ്പോഴെപ്പോഴും ബാത്റൂമിൽ പോവന്നെ. ഞാൻ എന്നിട്ട് അമ്മേരെ അടുത്ത് പറയാൻ ചെല്ലും. അപ്പം അമ്മ ഓരോ പണികൾക്കായിട്ട് ഓടിയിട്ട് നടക്കാൻ. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ 5 പശുവുണ്ട്. 5 പശുവിനെ പുല്ലിന് പോകണം, കഞ്ഞിവെള്ളം കൊണ്ടുവരാൻ പോകണം, പശുവിനെ കറക്കണം. അങ്ങനെ നല്ല പണി. അതിൻ്റെ ഇടയിൽ കൂടെ വീടിൻ്റെ പണിയായ കാരണം വീടിൻ്റെ പണിയിലെ സാധനങ്ങൾ അന്ന് പണിക്ക് ആളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓടി നടക്കണം. അപ്പോൾ ഞാൻ അമ്മേരെ അടുത്ത് പറയാൻ ചെല്ലും. അമ്മ വേറെ വല്ലതും എടുക്കാൻ പോകണമെങ്കിൽ അപ്പോൾ പിന്നാലെ ചെല്ലും. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുട്ട് എപ്പോഴെപ്പോഴും ഈ പിന്നാലെ നടക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് പറയാണ്ട് കൊണ്ട് നടന്ന ലാസ്റ്റ് എൻ്റെ അനിയത്തിനെ കണ്ടുപിടിച്ചത്. പാവാടയിലെ ബ്ലഡിൻ്റെ ഇത് കണ്ടിട്ടാണ് അവള് ചെന്ന് അപ്പോഴും അമ്മാമ്മോട് പറയണം. ചേച്ചി മിണ്ടിയിട്ടില്ല, പറയാറുണ്ടേ. അന്നത്തെ
ഒരു ഉടുപ്പ് എൻ്റെ ചേച്ചിക്കായി. അന്ന് ഇതൊക്കെ കഴിഞ്ഞ പിന്നെ പറയാനായിട്ടേക്കണം സിസ്റ്റർമാരാണ് കണ്ടുപിടിച്ചത്. എവിടെ? സ്കൂളിൽ വെച്ചിട്ട്. അപ്പം അവിടെ ഉപ്മാവൊക്കെ വെക്കണ ചേച്ചിയാണ്. എന്നിട്ട് സിസ്റ്ററിനോട് ചെന്ന് പറഞ്ഞ് സിസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും സിസ്റ്റർമാരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്തു കൊടുത്തത്. ഒന്നും കയ്യിലില്ലല്ലോ, ഇത് തടക്കാനുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ല. അപ്പം അത് ചെയ്തു. പക്ഷേ ഇയാള് ഞങ്ങളുടെ അടുത്ത് പറയില്ല, നാണക്കേടല്ലേ? എനിക്കറിയില്ല ദൈവമേ, അതെന്തിനാ അങ്ങനെ മൂടി വെക്കണേന്ന് അറിയില്ല. നാണക്കേടാണ്. എന്നിട്ട് പിന്നെ അമ്മാമ്മയാണ് എന്നെ കൊണ്ടുപോയി. അന്നത്തെ കാലത്ത് തുണിയാണല്ലോ, ഇന്നത്തെ മാതിരിയല്ല. മോളിമേമ്മയെ കണ്ടുപിടിച്ചു. അങ്ങനെ ചെന്ന് അമ്മാമ്മേരെ അടുത്ത് ചെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം അമ്മാമ്മയ്ക്ക് മനസ്സിലായി. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, നമുക്ക് നമ്മുടെ മാതിരിയല്ലല്ലോ. എന്നിട്ട് അമ്മാമ്മ എന്നെ തട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് കാലത്ത് എല്ലാവർക്കും പാഡും കാര്യങ്ങളും ഉണ്ട്. അന്ന് കാലത്ത് കോട്ടൻ്റെ തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. ഇവിടെ മാള് ഉപയോഗിക്കുന്നത് മറ്റേ പാഡ് തന്നെയാണ്, അല്ലെങ്കിൽ കപ്പ് പിന്നെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അമ്മാമ്മ എന്നെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് അപ്പോൾ തൊട്ട് നാണക്കേടായി. പിന്നെ നമുക്ക് നാണായി എല്ലാത്തേനും. അപ്പം അന്ന് തന്നെ അമ്മാമ്മ പറയണ്, അതെ ഇനി ആൺപിള്ളേരെ അടുത്ത് കളിക്കാൻ പോകാൻ പാടില്ല, പറഞ്ഞു തരണതാ. ആൺപിള്ളേരോട് മിണ്ടാൻ പാടില്ല, അവരെ കേക്ക് ആൺപിള്ളേരെ നോക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അന്നത്തെ 3 ഉപദേശങ്ങൾ തന്നിരിക്കണേ അമ്മാമ്മ. ആൺപിള്ളേരെ നോക്കാൻ പാടില്ല, ആൺപിള്ളേരോട് മിണ്ടാൻ പാടില്ല, പിന്നെ അവരോട് ഒന്നിനും പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാവും. ഇതാണ് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചേക്കണത്. അങ്ങനെ അമ്മാമ്മ ചെന്ന് അമ്മേരെ അടുത്ത് പറഞ്ഞു. പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ, അന്ന് കാലത്ത് പ്രത്യേകതകളൊന്നുമില്ല. ഇന്നത്തെ മാതിരി മഞ്ഞൾ തേച്ചിരിക്കുക, മുട്ട. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ഓരോ മുട്ട ദിവസം കഴിക്കുക, എന്നിട്ട് ആ മുട്ടയിൽ തന്നെ എണ്ണ ഒഴിച്ച് അതും കഴിക്കുക, അങ്ങനത്തെ പണികളൊക്കെ. അന്ന് കാലത്ത് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ മാസവും വയറുവേദന എടുത്ത് എൻ്റെ അമ്മ പറയും ചുമര് കയറും, അത്ര വയറുവേദന ഉണ്ടാവുക. അപ്പോൾ എല്ലാ മാസവും 2 ദിവസം സ്കൂളിൽ പോവില്ല. വയറുവേദന വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോവില്ല. അപ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ, കരഞ്ഞ് കണ്ണും മുഖമൊക്കെ വീർക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അപ്പം പറയാം, അതാണ് ഞാൻ പറയണ ഓശാനേരം ഉള്ള കോഴിക്കോട്ടൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വയറുവേദന എടുത്തിട്ട്. അപ്പോൾ സ്വന്തം അപ്പന് പോലും അറിയില്ല മക്കൾ ഇങ്ങനെ ഇതായിട്ടാണ് വയറുവേദന എടുത്ത് കരയുന്നതെന്നുള്ളത് അറിയില്ല. ആങ്ങളമാർക്കും അറിയില്ല എന്താന്നുള്ളത്. ഇപ്പൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അറിയായിരിക്കും, അന്ന് കാലത്ത് അറിയില്ല. അന്ന് കാലത്ത് ആ സമയത്ത് ഇതിനെ പറ്റി നോളജ് കൊടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. സ്കൂളുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഈ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് എനിക്ക് പേടിയാ സ്കൂളിൽ പോകുമ്പോ. പക്ഷെ അമ്മയാട്ടാ പറഞ്ഞേക്കണേ. പിന്നെ കോട്ടൺ തുണി ഉപയോഗിക്കണതിൻ്റെ ഇതുകൾ എന്താന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞ് ഉണക്കാനുള്ള പാട്. അത് നമ്മുടെ വീട്ടിലത്തെ ആരും കാണാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് ഉണക്കണം. അപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതൊക്കെ വെളിവിൽ കൊണ്ടിടരുത്, ഇതൊക്കെ ആൺപിള്ളേർ കാണും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ പറമ്പിൻ്റെ അറ്റത്ത് കൊണ്ടിടും. പറമ്പെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാലത്ത് നല്ലോണം ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലേക്ക് പോണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. എല്ലാവരും ബാക്കിലാണ് കേട്ടോ. അന്ന് അങ്ങനെയാണ്. അയ്യോ അവിടെ ബാക്കിൽ കുറെ അഴക്കകളുണ്ട്, അവിടെ കൊണ്ടിടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, അത് ഭയങ്കര കോമഡിയാണ്. തുണി കഴുകിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ തുണി കിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ അപ്പൻ സൈക്കിൾ തുടച്ച് കഴുകി തുടച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടാണ്ടായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അപ്പൻ്റെ സൈക്കിളിൻ്റെ
ചവിട്ടണ സാധനം ഇല്ലേ അതിൻ്റെ ഉള്ളിൽ തിരികെ അപ്പനറിയില്ല ഇതെന്തിനാന്നുള്ളത്, അപ്പനും അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം, ബോധമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്ന് ഇന്നെല്ലാം 18 വയസ്സിലും 17 വയസ്സിലും കല്യാണം കഴിക്കുന്നു. അമ്മച്ചി എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? എൻ്റെ 20 വയസ്സിലാ. പക്ഷേ എനിക്ക് ആ ഒരു 13 വയസ്സിന്റെ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വല്ല ആണുങ്ങളെ നോക്കിണെങ്കിൽ എനിക്ക് പേടിയാ. എൻ്റെ അമ്മയെ എന്തൊരു കാലാന്ന് ഞാൻ ആലോചിക്കണേ. പിന്നെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും കല്യാണം കഴിച്ചാണെങ്കിൽ കുറേ സാരി ഉടുക്കാൻ, കുറേ ആഭരണങ്ങൾ കിട്ടും, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. ആ ഒരു കല്യാണം കഴിഞ്ഞാലെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് സ്വർണ്ണം ഇട്ടിട്ട് നടക്കാം, കുറേ സാരികൾ കിട്ടും. ഹലോ ഗായ്സ്, അപ്പോൾ ഗൈസ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്വർഗത്തിലാണ്. നമ്മുടെ ജനറേഷൻ ഇപ്പോൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം അത്രയും ഇവരെന്തോരം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടില്ലേ ഇതായിട്ട്. പക്ഷെ നമുക്ക് വയറുവേന വന്നെങ്കിൽ നമ്മളെ കെയർ ചെയ്യാൻ അമ്മമാരും ഓടി വരും. എൻ്റെ അമ്മ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. അമ്മമാരോ അല്ലെങ്കിൽ എന്നിട്ടാ ബോയ്സ് ആങ്ങളമാരായാലും ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആയാലും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോഴത്തെ കാലം, എല്ലാവർക്കും അറിയാം. സ്വർഗത്തിലാണ് നിങ്ങളിപ്പോ ജീവിക്കണത് മക്കളെ. പക്ഷെ വേദന വന്നെങ്കിൽ നമ്മൾ സഹിക്കണം. അന്നും ഇന്നും ഒരേ മാറ്റ വേദന തന്നെയാവും. പക്ഷെ ചിലവർക്ക് വേദന ഉണ്ടാവില്ല കേട്ടോ. ചിലവർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വേദന ഒന്നും ഉണ്ടാവില്ല. എനിക്ക് 2 ദിവസമൊക്കെ വേദന ഉണ്ടാവുള്ളൂ, പിന്നെ എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല. അമ്മച്ചിക്ക് കുറെ പ്രേതാനുഭവങ്ങൾ ഉണ്ട് ഗൈസ് ഇതേപോലെ. അപ്പോൾ അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അമ്മച്ചി പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ 1-2 എണ്ണം അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് അത് ഇടാം. പഴയ കാലം പുതിയ കാലം എന്ന് പറഞ്ഞാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞാലിക്ക് വരെ അറിയാം. ആ ഒരു കാലത്ത് ഇത്രയും പോത്തുമാരി വളർന്നിട്ട് പോലെ അറിയില്ല. ഇപ്പത്തെ പിള്ളേർക്ക് ബുദ്ധിയില്ലായിരുന്നു. പിള്ളേർക്ക് ബുദ്ധിയല്ല, പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അന്നത്തെ കാലത്ത് പറഞ്ഞു തരില്ല. അതാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ ഇനി എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റാ. ബൈ.